വെറുമൊരു പാരമ്പര്യത്തിന്റെ ബലത്തിൽ മാത്രമല്ല ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമബിരുദവും LLBയും സ്വന്തമാക്കി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് ലേബർ ലോയിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. ഈ ഉന്നത വിദ്യാഭ്യാസ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കും തീരുമാനങ്ങൾക്കും വലിയ തോതിലുള്ള പക്വതയും പ്രൊഫഷണലിസവും നൽകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്ന അദ്ദേഹം നിയമപരമായ അറിവ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ കൃത്യമായി ഉപയോഗിക്കുന്നു. പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി ചുമതലയേറ്റു മുതൽ തികഞ്ഞ കർമ്മധീരതയോടെയാണ് ചാണ്ടി ഉമ്മൻ പ്രവർത്തിക്കുന്നത്. പിതാവ് ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ചതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ശൈലിയാണ് ചാണ്ടിയും സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുവാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ദിവസേന നൂറുകണക്കിന് ആളുകളെ നേരിൽ കാണുകയും അവരുടെ പരിമിതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ സജീവമാണ് അദ്ദേഹം. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ നവീകരണം, കുടിവെള്ളക്ഷാമം എന്നിവ പരിഹരിക്കുവാൻ അദ്ദേഹം മുൻഗണന നൽകുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം പുതുപ്പള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ഭവനരഹിതർക്കായുള്ള പദ്ധതിയാണ് ചാണ്ടിയുമ്മന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം മണ്ഡലത്തിലെ അർഹരായ പാവങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികങ്ങളോടനുബന്ധിച്ച് 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ കാരുണ്യപ്രവർത്തനം നീങ്ങുന്നത്. സ്പോൺസർമാരുടെ സഹായത്തോടെയും ജനകീയ കൂട്ടായ്മയിലൂടെയും ഇതിനകം നിരവധി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂരയൊരുക്കുവാൻ ചാണ്ടി ഉമ്മന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്റെ ഇലക്ഷൻ ഫണ്ടിൽ നിന്ന് വെറും 21 ലക്ഷം രൂപ മാത്രം ചെലവാക്കിക്കൊണ്ട് ബാക്കിയുള്ള തുക വീട് നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ഇല്ലാതെ വെറും സൈക്കിൾ ചവിട്ടി ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വലിയ മഹാനായ ഒരു നേതാവിൻ്റെ മകൻ, അല്ല, അമഹാനായ നേതാവ് തന്നെ.